കത്തുകൾ വെളിയിൽ വന്നെങ്കിലേ ഒക്കൂ. പക്ഷെ ആ കത്തുകൾ വെളിയിൽ വന്നത് ഞാൻ അറിയാതെയാണ്. അത് മറ്റൊരു അദ്ദേഹത്തിന്റെ കർമ്മഫലം, അദ്ദേഹം ചെയ്ത ദുഷ്ടതയുടെ ഫലമാണ് ആ കത്തുകൾ അങ്ങനെ വെളിയിൽ വരേണ്ടി വന്നത്. അങ്ങനെയാണ് കത്തുകൾ പുറത്തായത്. കത്തുകൾ ഇന്നും സൂക്ഷിക്കുന്നുണ്ടോ ടീച്ചർ? ഉണ്ട്. അപ്പൊ കത്തുകള് ഞാൻ പറയാൻ വന്നത് എന്താണ്, സാനുമാഷ് എന്നിട്ട് പോയിട്ട് പിന്നെ ഞാൻ ഇദ്ദേഹം പിന്മാറിയല്ലോ. പിന്മാറിയിട്ട് എനിക്ക് ആ വർഷം പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ മനസ്സിന്റെ മുഴുവൻ സമനിലയും തെറ്റി. ഇവിടെ ഏറ്റവും അടുത്ത അമ്മയുടെ അനിയത്തിയൊക്കെ പറഞ്ഞ് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അത്രമാത്രം സമനില തെറ്റിയ ഒരു വിധത്തിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വർഷം പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. എന്നാലും പിറ്റേ വർഷമായപ്പോൾ ഞാൻ വിചാരിച്ചില്ല പരീക്ഷ എഴുതും. ഞാൻ വീണ്ടും പണം അടച്ചിട്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സെൻറ്റർ വെച്ചു. അവിടെ പോയി സദനത്തിൽ പോയി താമസിച്ച് 8 പേപ്പറും അവിടെ പോയി എഴുതിയിട്ട് എൻ്റെ പ്രൊഫസർ ശാരദയുണ്ട്. അവർക്കൊന്നും അതുവരെ ഞാൻ കത്ത് മുഖേന ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടില്ല. ഇവിടെ അറിയാവുന്നത് ഇവിടെ അമ്മയ്ക്കറിയാം, പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, അന്ന് ഇവർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾക്കറിയാം. അവർക്ക് മാത്രമേ അറിയാവൂ, അല്ലാതെ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഈ പരീക്ഷ ഇത്രയും കഴിഞ്ഞിട്ട് ഞാൻ തൈക്കാട് പോയി പ്രൊഫസർ ശാരദയെ കണ്ട് എൻ്റെ ദുഃഖം പറയാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അയാൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും വൈകല്യം കാണും, അതാ വിലാസിനി. അതുകൊണ്ട് വിലാസിനി തത്വമുള്ള ആരെയെങ്കിലും അല്ല, അതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലും അത്രമാത്രം എൻ്റെ മനസ്സങ്ങനെ ആയിരുന്നു. ഇദ്ദേഹത്തിന് ശാരീരികമായി വൈകല്യം ഉണ്ടെങ്കിൽ പോലും എനിക്ക് പ്രശ്നമല്ല. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ ഇദ്ദേഹം ആ സ്റ്റേജിലിരിക്കുന്ന കാണുമ്പോഴേ എൻ്റെ മനസ്സിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനും ശാരദാമണി ദേവിയും ഭാര്യാഭർത്താക്കന്മാരായിരുന്നില്ലേ? എങ്ങനെ അലൗകികമായ ഒരു ബന്ധമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധം വെച്ച് പുലർത്താൻ എനിക്ക് സാധിക്കും. അതുപോലൊരു ബന്ധമായാൽ മതിയല്ല എന്ന് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു. അല്ല, ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടിട്ടും ടീച്ചർക്ക് പ്രതികാരം ചെയ്യണമെന്ന് തോന്നത്തില്ല, ഇന്നും തോന്നുന്നില്ല. അതിന്റെ ഇന്നും പലപ്പോഴും ഈ എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സത്യം പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ പരാമർശം പലപ്പോഴും പഴയ പ്രണയവും. കഴിഞ്ഞ വർത്തമാനത്തിൽ ഞാൻ സുകുമാർ അഴീക്കോടുമായിട്ട് അഭിമുഖം നടത്തി. അദ്ദേഹം പറഞ്ഞത്, കല്യാണം കഴിക്കാൻ, വിവാഹം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ത്രീയെയാണ് ഞാൻ പ്രണയിച്ചതെന്നായിരുന്നു. അയ്യോ, അതിന്റെ വിശദാംശങ്ങളിലോട്ട് അദ്ദേഹം പോയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ വിവാഹം കഴിക്കാൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു. എനിക്ക് ഒരു ഡിസ്ക്വാളിഫിക്കേഷനും ഇല്ല. വിവാഹത്തിന് പൂർണ്ണമായി യോഗ്യയായ ഒരു യുവതിയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചത്. പിന്നെ സാനുമാഷ് ഇവിടെ ഒന്ന് പോയതിന് ശേഷം സാനുമാഷിനെ പിന്നെ ഞാൻ ബന്ധപ്പെടുന്നത്, പിന്നെ ഞാൻ MA പരീക്ഷ എഴുതി, ടീച്ചറിനോട് ഇത് പറഞ്ഞു. അപ്പോൾ ടീച്ചറാണെങ്കിൽ എന്നെ ഇങ്ങനെ അഡ്വൈസ് ചെയ്തു, വിലാസിനി തത്വമുള്ള ആരെയെങ്കിലും വിവാഹം കഴിച്ച് അങ്ങനെ നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന്. അങ്ങനെ ടീച്ചറിൻ്റെ അടുത്തുനിന്ന് ഞാൻ പോരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഞാൻ ടീച്ചറിനെ എഴുതി അറിയിച്ചു. പിന്നെ എനിക്ക് ആദ്യത്തെ PSCക്ക് അപേക്ഷിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഓവറേജ് ആയിപ്പോയി. എൻ്റെ ഏജാണെങ്കിൽ 6 മാസം കൂട്ടിയാണ് സർട്ടിഫിക്കറ്റിൽ. അതിൽ ഞാൻ അപേക്ഷിച്ചിരുന്നെങ്കിൽ ശാരദ ടീച്ചറായിരുന്നു അതിൻ്റെ എക്സ്പേർട്ട് മെമ്പർ. നോക്കൂ, ഒരു ദൗർഭാഗ്യത്തിൻ്റെ ഒരു ഘോഷയാത്ര, ദൗർഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ജീവിതം. അതിലൊന്നാണിത്. അപ്പം PSCക്ക് എനിക്ക് അന്നേരം അപേക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത PSC ആയപ്പോഴത്തേക്ക് ടീച്ചർ അതിൽ നിന്നും മാറി. ടീച്ചർ അതിൽ നിന്നും PSC മെമ്പർ, അതിൻ്റെ എക്സ്പേർട്ട് മെമ്പറല്ല. പക്ഷെ ടീച്ചർ എനിക്ക് വേണ്ടി ആരുടെ അടുത്തോ റെക്കമെൻഡ് ചെയ്തിട്ട് ടീച്ചർ എനിക്ക് എഴുതി, ഞാൻ ഇന്നാരോട് പറഞ്ഞിട്ടുണ്ട് വിലാസിനിക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ. അതുകൊണ്ട് വിലാസിനി സ്വന്തം നിലയിൽ ഒരു കത്ത് സാനുവിന് അയക്കുക. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അമ്മയെ കാണിച്ച് കത്ത്, ശാരദ ടീച്ചറിൻ്റെ കത്ത്. അപ്പോഴൊക്കെ കത്ത് വന്നാൽ എനിക്ക് തരില്ല ഇവിടെ നേരിട്ട്, കാരണം ഇവിടെ അങ്ങനെ ഒരു പ്രിക്കോഷൻ അമ്മ പിന്നെ എടുക്കാൻ തുടങ്ങി.
നേരിട്ട് എനിക്ക് തരത്തില്ല. അപ്പോൾ അമ്മയാ അത് പൊട്ടിച്ച് വാങ്ങിച്ചിട്ട് അമ്മ അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എഴുതല്ലേ, കള്ളന്മാരാണ്, ഇവിടെ വന്ന് വിവാഹം ഉറപ്പിച്ച് പോയിട്ട് എന്തുകൊണ്ട് പിന്മാറിയെന്ന് പോലും പറയാൻ തയ്യാറാകാതിരുന്ന നീചന്മാര്, അവർക്ക് കത്തെഴുതരുത്. ഇതാണ്. പിന്നെ എന്തായാലും ശാരദ ടീച്ചർ റെക്കമെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ശരി, എനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ ഞാൻ മോശമായി പോകില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ ഇൻ്റർവ്യൂവിന് എനിക്ക് 4ാമത്തെ റാങ്ക് കിട്ടി. അതനുസരിച്ച് ഞാൻ പാലക്കാട് വിക്ടോറിയയിൽ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. 3.5 മാസം കഴിഞ്ഞപ്പോൾ, അന്ന് ഡോക്ടർ മോളി തോമസ് ആണ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ. അവരാണെങ്കിൽ ട്രെയിനിങ് കോളേജിൽ എൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയി ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രാൻസ്ഫർ തരണമെന്ന്. അത് വെച്ചിട്ട് ടീച്ചർ എനിക്ക് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പാലക്കാട് വിക്ടോറിയയിൽ നിന്ന് 3.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ട്രാൻസ്ഫർ തന്നു. അത് 73. അപ്പോൾ 73-ലാണ് ആശാൻ ജന്മശതാബ്ദി. ആശാൻ ജന്മശതാബ്ദിക്ക് പ്രസംഗം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ പ്രസംഗിക്കാൻ സാനു മാഷും തോമസ് മാത്യുവും വന്നു. ഞങ്ങളൊക്കെ കേൾക്കാൻ പോയി. തോമസ് മാത്യു അദ്ദേഹം പിന്നെ വിക്ടോറിയയിൽ എൻ്റെ കൊളീഗായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ വന്നിട്ട് 2-3 മാസമല്ലേ ആയുള്ളൂ. പെട്ടെന്ന് ആണല്ലോ അവിടുന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പം പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് സദസ്സിലേക്ക് ഇറങ്ങി വന്ന തോമസ് മാത്യു എന്നോട് സംസാരിച്ചു. ടീച്ചർ എവിടാ താമസം, ഏത് കോളേജിലാ, എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാനുമാഷ് ഇങ്ങോട്ട് തോമസ് മാത്യുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് തോമസ് മാത്യുവിനോട് ചോദിക്കുന്നു, ഇതാരാ? അപ്പൊ സാറിന് അറിഞ്ഞൂടെ ഇത് വിലാസിനിയ? ഞാൻ പണ്ടം കണ്ടതല്ലേ. അതാണ്. ഈ സംഭവങ്ങൾക്ക് ശേഷം എന്നിട്ട് പിന്നെ ഞാന് പിന്നെയും എനിക്ക് സാനുമാഷുമായിട്ട് അടുപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വിമൻസ് കോളേജിലെത്തി. വിമൻസ് കോളേജിലെത്തിയപ്പോൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ MM സരോജിനി അമ്മ സാനുമാഷിന്റെ കസിനാണ്. കസിൻ എന്ന് പറഞ്ഞാൽ സാനുമാഷ് ജ്യേഷ്ഠന്റെ മകനും സരോജിനി അമ്മ ടീച്ചർ അനുജന്റെ മകളും. അവർക്ക് എന്നോട് വലിയ സ്നേഹവാത്സല്യങ്ങളാണ്. അവർ കൂടെ എൻ്റെ അടുത്ത് പറയും, ഈ ചരിത്രമൊക്കെ അവർക്ക് അറിയാം. അവർ പറയും, വിലാസിനി കുട്ടി സ്നേഹം അർപ്പിച്ചത് അപാത്രത്തിലായി പോയല്ലോ എന്ന് പറഞ്ഞ് എന്നോട് സിമ്പതിയാണ്. അപ്പൊ വീട്ടിലേക്കൊക്കെ വിളിക്കും. അപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചു, വിലാസിനി വീട്ടിലേക്ക് വരണേ, ശനി ഞായറും. അപ്പോൾ ഞാൻ സദനത്തിലാണ് താമസിക്കുന്നത്. ഞാൻ അവിടുന്ന് മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ടാഗോർ ഗാർഡൻസിലേക്ക് പ്ലോട്ട് നമ്പർ 25-ലാണ് ടീച്ചർ താമസിക്കുന്നത്. നടന്നു പോകുമ്പോൾ റോഡേ വേറൊരാളെ ഇങ്ങനെ അഭിമുഖമായിട്ട് വരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി, അദ്ദേഹം എന്നെ നോക്കി. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, ഇത് സാനുമാഷ അല്ലേ? അല്ലെങ്കിൽ പിന്നെ കേറി അങ്ങോട്ട് മിണ്ടിയാതൊരു നാണക്കേടാ. ഞാൻ സെനറ്റ് ഹാളിൽ വെച്ച് കണ്ടതിന് ശേഷം 4-5 കൊല്ലം കഴിഞ്ഞു. ഇനി ഇടയ്ക്കൊന്നും കാണുന്നില്ല. ഇടയ്ക്ക് കാണുന്നെങ്കിലേ നമ്മളുടെ ആ ഓർമ്മ ശരിയായിട്ടിരിക്കും. അപ്പോ പിന്നെ ഞാൻ പെട്ടെന്ന് ടീച്ചറിന്റെ വീട്ടിലെത്തിയപ്പോൾ ടീച്ചർ ചോദിക്കും, അയ്യോ വിലാസിനി 5 മിനിറ്റ് ലേറ്റായി പോയി, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് സാനുവിനെ കാണാമായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ടീച്ചർ, അത് സാനുമാഷായിരുന്നോ? ഞാൻ കണ്ട്, എനിക്ക് സംശയമായി, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇതാണ് ബന്ധം, സാനുമാഷുമായിട്ടുള്ള ബന്ധം. പിന്നെ സാറുമായിട്ട് അടുത്തെനിക്ക് പരിചയം ഉണ്ടാകുന്ന എന്നാണെന്ന് വെച്ചാൽ 1988-ൽ സാർ MLA ആയിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് വിജയമ്മ വന്ന് രാവിലെ, അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ്, രാവിലെ വന്ന് വിജയമ്മ എന്നോട് പറയുന്ന, വിലാസിനി എനിക്ക് സാനുമാഷിനെ ഒന്ന് കാണാൻ പോകണം, എനിക്കൊന്ന് കൂട്ടുവരുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് 9:30 ക്ലാസ് ആടോ, തൻ്റെ കൂടെ വന്നാൽ എനിക്ക് അതിനു മുമ്പ് എനിക്ക് ക്ലാസ്സിലെത്തണം, കുറച്ച് സമയം ഉള്ളൂ, സമ്മതം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ഞാൻ വിജയമ്മയുടെ കൂടെ സാറിനെ കാണാൻ MLA ക്വാർട്ടേഴ്സിൽ പോയി. അപ്പൊ വിജയമ്മ സ്വന്തം കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ വിജയമ്മയുടെ അടുത്ത്, വിജയമ്മ കൊല്ലം SM കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ്, എൻ്റെ ക്ലാസ്മേറ്റും ആയിരുന്നു. അപ്പൊ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ 4th, 5th, 6th, 8, 9, 10 3 ക്ലാസ്സുകളിൽ ഞങ്ങൾ 5 ഹൈസ്കൂളിലാണ് പഠിച്ചത്.